വ്യക്തമായ ചരിത്ര രേഖയുണ്ട്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാക്ക് ലഭിച്ചത് 5 മുടിയാണ്. 5 മുടിയാണ്. അതിൽ വേറെ പല ഭാഗത്തേക്കും പോയിട്ടുണ്ട്. മുഹമ്മദ് സിരീൻ ഇവിടെ പറഞ്ഞ ആളുകൾ ഭാഗത്തേക്കൊക്കെ പോയത് ഈ മുടിയിൽ നിന്നാണ്. അങ്ങനെ പോയി 5 മുടി ലഭിച്ച ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയിൽ നിന്ന് ആയിരക്കണക്കിന് മുടി വന്നത് എങ്ങനെ അഹമ്മദേ? എങ്ങനെ വന്നു? എവിടെ നിന്ന് കിട്ടി? ഇതൊന്നും തെളിയിക്കേണ്ടതും പറയേണ്ടതും ഞങ്ങളല്ല. ഇത് ആയിരക്കണക്കിന് മുടിയുണ്ടെന്നും അത് നബി തങ്ങളുടേതാണെന്നും ഇത്ര നീളമുണ്ടെന്നും ഒക്കെ പറയാൻ ബാധ്യസ്ഥർ നിങ്ങൾ തന്നെയാണ്. മാത്രമല്ല, ഈ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹുവിന് മാത്രമാണ് അധികം മുടി ലഭിച്ചത്, 5 മുടിയെങ്കിൽ. മറ്റുള്ളതൊക്കെ ഹദീസിൽ പറയുന്നത് ശഅറതൻ ഔ ശഅറതൈനി എന്നാണ്. 1 2 മുടിയാണ് ഹജ്ജത്തുൽ വദാഇൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതായി സഹാബത്തിന് ബൈനൽ റിജാലി വന്നിസാ, സ്ത്രീകളുടെ ഇടയിലും പുരുഷന്മാരുടെ ഇടയിലും വീതിക്കപ്പെട്ട മുടി 1 2 മുടികളാണ്. അത് ഇന്ന് ലോകത്തുള്ള മുടികളൊക്കെ വ്യക്തമായി പറയപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അത് ആവർത്തിക്കുകയാണ്, അൽ ആസാർ അസ്റാറുൽ ആസാരിൻ നബവിയ്യ എന്നാണ് ഈ കിതാബിന്റെ പേര്. ഈ കിതാബ് ബന്ധപ്പെട്ട ആളുകളെടുത്തും ഉണ്ട്. അവരതിന് പറയുന്നുണ്ട്, ഞങ്ങളെടുത്തുണ്ട്, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് പേടിയില്ല. ഈ കിതാബ് ഞങ്ങളുടെ കയ്യിൽ മാത്രമായി പോയാലല്ലേ വിഷമം. ഈ അസ്റാറുൽ ആസാരിൻ നബവിയ്യ എന്ന കിതാബ് ജംഉ വ ഇഅദാദ്, ഈ കിതാബ് ഒരുക്കുന്നത് അശ്ശൈഖ് അശ്ശരീഫ് അബുൽ ഫضൽ ഇമാദുദ്ദീൻ ജമീൽ ഹലീം ഹുസൈനി എന്നയാളാണ് ജംഉ വ ഇഅദാദ് ചെയ്യുന്നത്. ഇത് സമർപ്പിക്കുന്നത് ബഹുമാന്യനായ മുഹമ്മദ് ഹദ്രജിക്കാണ്. വഫാത്തായി പോയ, മരിച്ചുപോയ മുഹമ്മദ് ഹദ്രജിക്ക് ഈ മുടി കൊടുത്ത ആൾ ഉപ്പാക്കാ സമർപ്പിക്കുന്നത്. ഇലാ റൂഹ് അൽ മഗ്ഫൂർ ലഹു ബിഇذനില്ലാഹി തആല സബാഹത്തുൽ അല്ലാമ അൽ ഇമാം അശ്ശൈഖ് മുഹമ്മദ് ഇബ്നു ശൈഖ് അഹ്മദ് ആൽ ഹിലാൽ അൽ ഖദ്റജി റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുണ്ട്. ഇത് മുഹമ്മദ് ഹദ്രജിക്കാണ് കിതാബ് സമർപ്പിക്കുന്നത്. ഇത് തുബിഅ അലാ നഫഖത്തി ഇബ്നിഹി അഹ്മദ്, അയാളുടെ മകൻ ഈ മർക്കസിൽ മുടി കൊടുത്ത അഹമ്മദിന്റെ ചെലവിലാണ് ഈ കിതാബ് പ്രസിദ്ധീകരിക്കുന്നത്. ഇതിന്റെ പ്രസാധകർ ഇസ്താറാത്തു സാഹത്തിൽ ഖദ്റജിയ്യ എന്ന ഖദ്റജി ഫാമിലിയുടെ സ്വന്തം പ്രസിദ്ധീകരണ ബ്യൂറോ ആണ്. ഈ കിതാബ് എന്തിനാ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കിതാബ് ഇതാണ് മുഹമ്മദ് ഹദ്രജി. ഈ മുഹമ്മദ് ഹദ്രജിക്ക് തന്റെ മകനിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഇഹ്ദാഹ് ചെയ്യുന്നതാണിത്. അത് വളരെ ദീർഘമായ ഇബാറത്താണ്, ഞാൻ വായിക്കുന്നില്ല. ഇത് ജംഉ ഇഅദാദ് ചെയ്യുകയാണ് ഇയാൾ. അന്ന് അയാൾക്ക് അറിയപ്പെട്ടിടത്തോളം ലോകത്തുള്ള ഷാർ മുബാറക്ക് ശേഖരിക്കുകയും അറിയപ്പെട്ടിടത്തോളമുള്ള ഷാർ മുബാറക്കുകളുടെ കാര്യം വിവരിക്കുകയും അതിന്റെ ചിത്രങ്ങൾ കൊടുക്കുകയും അനുഭവങ്ങൾ, ഒരുപാട് ആളുകൾക്ക് ഷാർ മുബാറക്ക് കൊണ്ടുണ്ടായ തബറുക്കിന്റെ അനുഭവങ്ങൾ വിവരിക്കുകയും ചെയ്യുന്ന കിതാബാണിത്. ഈ കിതാബ് ഈ പറയുന്നയാള് എഴുതി ഉണ്ടാക്കി. അയാൾ ജംഉ ഇഅദാദ് ചെയ്തു. പക്ഷേ ഈ കിതാബിൽ 89 അനുഭവങ്ങൾ ജംഉ ചെയ്തു. അതിനുശേഷം ഒരുപാട് സ്ഥലത്ത്, തുർക്കിയിൽ, കൈറോവിൽ, ലബനാനിൽ, അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അറിയപ്പെടുന്ന സ്ഥലത്തുള്ള മുടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷാർ മുബാറക്കിന്റെ ചിത്രങ്ങൾ ഈ കാണുന്നത് പോലെയുള്ള ചിത്രങ്ങൾ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. കിതാബ് അവരുടെ കയ്യിലും കൂടി ഉള്ളത് കൊണ്ട് പ്രശ്നമില്ല, ഇത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടും 2009 ഇത് പ്രസിദ്ധീകരിച്ചപ്പോൾ, 2009 ഈ കിതാബ് പ്രസിദ്ധീകരിക്കുന്ന അവസാനമായിട്ട്, ഒന്നാമത്തെ തബഅത്ത് അതിന് മുമ്പാണ്. ഈ സമയം വരെ അഹമ്മദിന്റെ കയ്യിൽ മുടി ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഈ കിതാബിൽ ആ മുടി കൊടുത്തില്ല? അത് ചില്ലറ മുടിയൊന്നുമല്ല. ഈ കിതാബിലൊന്നും ഇല്ലാത്തൊരു അതിശയപ്പെട്ട സാധന, ലോകത്തെ ഏറ്റവും അധികം അതിശയമുള്ള സാധനം അതാ ഏറ്റവും ഷാർ മുബാറക്കിന്റെ കൂട്ടത്തിൽ ഒന്നാമത് കൊടുക്കേണ്ട സാധനം അതാ കൊടുത്തില്ല. അതിനെന്താ മൂപ്പര് ന്യായം പറയുന്നത്? കിതാബിൽ കൊടുക്കാത്തതിന് നമ്മൾ നോക്കാം. ഒരു ന്യായം വേണമല്ലേ? അത് എനിക്ക് കിതാബ് തിരിയില്ല എന്നാ പറയുന്നത് തോന്നുന്നു. നോക്കാം. അദ്ദേഹത്തിന്റെ കമ്മിറ്റിയാണ് അത് ഇതിലുണ്ട്. പക്ഷേ ഇമാം ഗസാലി റളിയല്ലാഹുവിന്റെ കിതാബ് അച്ചടിക്കാൻ വേണ്ടി ഞാൻ പൈസ കൊടുത്താൽ പറയാ
ഞാൻ ഇയാളൊരുദ്ദീന് അച്ചടിക്കാൻ വേണ്ടി പൈസ കൊടുത്താൽ എനിക്ക് ആ ഹീയലെന്നും കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? പ്രസിദ്ധീകരിക്കുന്നതോ കുറ്റ്യാടി പബ്ലിക്കേഷൻസ് എന്നാ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? ഇമാമിന് വേണ്ട ഷാബി സഖാബിന്റെ CD ഇറക്കാണ് കുറ്റ്യാടി പബ്ലിക്കേഷൻസ്. ഞാൻ അതിന്റെ ചെയർമാനാന്ന് കൂട്ടിക്കോളി, ഉദാഹരണം. എന്നാൽ എനിക്ക് അയാളെ പ്രസംഗത്തിൽ വേറെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? ഒരു പുസ്തകത്തിൽ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഷെയ്ഖ് അഹ്മദ് സത്യസന്ധനാണെന്നും മഹാനാണെന്നുമുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള മുടിയെക്കുറിച്ച് ഇതിലൊരക്ഷരം കൂട്ടിച്ചേർത്തില്ല എന്നത് അദ്ദേഹത്തിന്റെ സത്യസന്ധതയുടെ. അത് സമ്മതിച്ചതിന് നന്ദി. ഇതിൽ അദ്ദേഹത്തിന്റെ മുടി ഒരൊറ്റ അക്ഷരം കൂട്ടിച്ചേർത്തില്ല എന്ന് പറഞ്ഞല്ലോ. ഇനി എന്റെ പൊന്നുമോൻ ഉദാഹരണം പറയാൻ പഠിക്കണം. ഉദാഹരണം പറയുമ്പോ ഒന്ന് പറയണം. ഇമാം ഗസാലി ഇമാമിന്റെ കിതാബ് ഇഹ്യാ ഉലൂമുദ്ദീൻ എഴുതിയ ലിൽ ഇമാം എന്നാണ്ടാകുക. ഒന്ന് വായിക്കാൻ പഠിച്ചാൽ തിരക്കുള്ള ലിൽ ഇമാം മുഹമ്മദ് എന്ന് ഗസാലി എന്നാണ് റളിയല്ലാഹു അൻഹു എന്നാണ്ടാകുക. ലിൽ ഇമാം എന്നാണ്ടാകുക ഇമാമിന്. അത് ആ കിതാബ് രചിച്ചത് തന്നെ മൂപ്പരാണ്. അതിൽ വേറെ ആൾ കൂട്ടിച്ചേർത്തില്ല. ഞാനൊക്കൊന്നും പറയാനില്ല. ഇനി ഇത് വായിക്കണം എന്റെ പൊന്നുമോനെ. എന്താ ഇത്? ലില്ലിമാമല്ല. മൂപ്പര് ചെയ്ത പണി എന്താന്ന് വെച്ചാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയർ മുബാറക് കൊണ്ട് ബറക്കത്ത് കിട്ടിയ കുറെ ആളുകളുടെ അനുഭവം, ലെറ്ററുകൾ, കവിതകൾ, അതിനെ പുകഴ്ത്തി പറയുന്ന കവിതകൾ, അത് കുറെ ആളുകൾ വാങ്ങി ഒരുമിച്ച് കൂട്ടി. ഈ ലെറ്ററുകൾ ഒരുമിച്ച് കൂട്ടി, അനുഭവങ്ങൾ പറയുന്ന ലെറ്ററുകൾ, ലോകത്ത് കിട്ടുന്ന മുടികൾ ഒരുമിച്ച് കൂട്ടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജുബ്ബ അടക്കമുള്ള ആസാറുകൾ, അതിന്റെ ചിത്രങ്ങൾ കൊടുത്തു. ഇതൊക്കെ ജമ ചെയ്തു ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് എഴുതാതെ ചെയ്തു. ഇതിനൊരു തഅലീഖ് കൊടുത്തു. ഇതിനിങ്ങനെ പറഞ്ഞു, അതിനൊരു മുഖവുര പറഞ്ഞിട്ട് ഇത് ഒരുക്കി ജനങ്ങൾക്ക് കൊടുത്തു. ഞാൻ ഉദാഹരണം മാറ്റി പറയൂ സഹോദര. ഈ പറയുന്ന സഖാഫി, എന്ത് സഖാഫിയ? അയാൾ ഒരു CD അല്ലെങ്കിൽ ബുക്ക് പ്രസിദ്ധീകരിക്കുകയാണ്. കേരളത്തിലെ ഇസ്ലാമിക സ്ഥാപനങ്ങൾ എന്നാണ് ബുക്കിന്റെ പേര്. കേരളത്തിലെ ഇസ്ലാമിക സ്ഥാപനങ്ങൾ. അയാൾ ജംഅതാണ്. എല്ലാ സ്ഥലത്തുമുള്ള ഓരോ സ്ഥലത്തും പോയിട്ട് ആടത്തെ ആളുകളോട് അത് വാങ്ങിച്ചിട്ട് ചിത്രസഹിതം അതിന്റെ കൊടുക്കുകയാണ്. അതിലെല്ലാം എഴുതി. മർക്കസും എഴുതിയില്ല, കുറ്റ്യാടി എഴുതിയില്ല. പറ്റൂ? അതാ മനസ്സിലാകാതെ. അങ്ങനെ ഒരുക്കി ഈ സഖാഫി ഇറക്കുന്ന ബുക്കിൽ കേരളത്തിലെ ഇസ്ലാമിക സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ അയാളുടെ മഹത്വമാണ്, അതുകൊണ്ട് കുറ്റ്യാടി കൊടുക്കുന്നില്ല എന്ന് തീരുമാനിക്കോ? അതാ ചോദ്യം. എന്തെങ്കിലും മറുപടി പറഞ്ഞിട്ട് ഇതും കൊണ്ട് നടക്കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതേ നടക്കൂ. ഇതുകൊണ്ടാ നടക്കുക ഞങ്ങള്. ഇതാണ് തെളിവാണ്. ഏറ്റവും പ്രബലമായ തെളിവ്. നിങ്ങൾ പറഞ്ഞ മറുപടിയാണെങ്കിൽ തനി ബാത്തിലുമാണ്. ഈ ഇസ്ലാമിക സ്ഥാപനങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നിങ്ങളെ സ്ഥാപനം ഒഴിവാക്കൂലെങ്കിൽ ഷെയർ മുബാറക് പറയുന്ന കൂട്ടത്തിൽ ഇത്രയും അതിശയകരമായ, ലോകത്ത് അങ്ങനെ ഒരു സാധനം റസൂലുള്ളാഹിന്റെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ട് കൊടുത്തിട്ടില്ല. അത് മഹത്വമെന്ന് പറഞ്ഞാൽ അത് കാരന്തൂരിൽ ചെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ കാസർഗോഡ് മാത്രം നടക്കൂല. അതൊഴിവായിക്കളാം. ഇനി ഞാൻ വായിച്ച കൂട്ടത്തിൽ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതിന്റെ 11-ാം പേജിൽ അൽ ഹിക്മത്ത് മിൻ തൗസീഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅറഹു ബൈന സഹാബത്തി എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി സഹാബത്തിന്റെ ഇടയിൽ വിതരണം ചെയ്തത് തബറുക്ക് എടുക്കാൻ വേണ്ടി തന്നെയാണ്, അല്ലാണ്ട് തിന്നാനൊന്നും അല്ല എന്ന് വ്യക്തമായി അദ്ദേഹം സമർത്ഥിച്ചുകൊണ്ട് ഇന്ന് ലോകത്ത് സഹാബത്ത് പല നിലക്കും അത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം ഇന്നും മുസ്ലിമീങ്ങൾ ഈ തവറുക്ക് തുടരുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ 11-ാം പേജിൽ വൽ മുസ്ലിമൂന ഫീ മിസ്ര വസൂരിയ, മുസ്ലിമീങ്ങൾ മിസ്ർ ഈജിപ്തിലുള്ള മുസ്ലിമീങ്ങൾ, സൂരിയയിലുള്ള മുസ്ലിമീങ്ങൾ, സുദാനിലുള്ള ലബനാനിലുള്ള മുസ്ലിമീങ്ങൾ, ഉർദുൻ ജോർദാനിലുള്ള മുസ്ലിമീങ്ങൾ, ഇറാഖിലുള്ള മുസ്ലിമീങ്ങൾ, ഫലസ്തീൻ, യമനിലുള്ളവർ, മഗ്റബിലുള്ളവർ, മൊറോക്കോ, മഗ്റബ് എന്ന് പറഞ്ഞാൽ മൊറോക്കോ, ലിബിയയിലുള്ളവർ, അൽ ജസായിർ, അൽജീരിയ, സൂദാൻ, തുർക്കിയ, ഹിന്ദ് ഇന്ത്യ, വൽ പാകിസ്ഥാൻ വ ബംഗ്ലാദേശ്
ബംഗ്ലാദേശ്, മക്കത്തൽ മുക്കറമ, മക്കൽ മുക്കറമ, വൽ മദീനത്തൽ മുനവ്വറ, മദീനത്തൽ മുനവ്വറയിലും വഗൈരിഹാ മിൻ ബിലാദില്ലാ, അതല്ലാത്ത മറ്റു നാടുകളിലും എന്ന് ഇദ്ദേഹം പറഞ്ഞു. ഞാൻ ഈ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഇയാൾ എണ്ണിയ നാടുകൾ, അയാൾ ഇത് സംബന്ധമായി ഗവേഷണം ചെയ്തയാളാണ്, അറിയുന്നയാളാണ്. അയാൾ ഈ നാടുകൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശും പാകിസ്ഥാനും കൂടി പറഞ്ഞിട്ടും ഇമ്മുടി